ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഈ രാശിക്കാർ സമ്പന്നരാകും. ധനയോഗമാണ് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വന്നു നിൽക്കുന്നത്. നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകും. ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ കാലയളവിൽ നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ്. ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ സംക്രമണം ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ഓരോ ഗ്രഹത്തിൻ്റെയും ഒരു പുതിയ രാശിയിലേക്കുള്ള മാറ്റം എല്ലാ രാശിക്കാരുടെ ജീവിതത്തെയും വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യും. ജൂലൈ 12-ന് ചൊവ്വ മേടം രാശിയിലേക്ക് മാറും. ഈ മാറ്റം 5 രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. ഏതൊക്കെ രാശിക്കാരുടെ ജീവിതത്തിലാണ് ഈ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മേടരാശിക്കാരാണ്. മേടരാശിക്കാരായ ആളുകളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതീക്ഷ നൽകുന്ന കാലയളവാണ് ഇനി വന്നെത്തുന്നത്. വിദ്യാർത്ഥികൾ ആയ ആളുകളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷകളിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വലിയ വിജയം സമ്മാനിക്കുകയും ചെയ്യും. കുടുംബാന്തരീക്ഷം വളരെയധികം സമാധാനപൂർണമാകുകയും ദാമ്പത്യ ബന്ധങ്ങൾ വളരെയധികം ദൃഢമാകുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായ വലിയ നേട്ടങ്ങളും വന്നെത്തുന്നതാണ്. ചൊവ്വയുടെ സംക്രമം സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം പണമൊഴുക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ബിസിനസ്സിലുള്ള നിങ്ങളുടെ എല്ലാവിധ വെല്ലുവിളികളും നിങ്ങൾക്ക് മറികടന്ന് ഉയരങ്ങളിലേക്ക് കുതിക്കുവാൻ സാധിക്കുന്നതാണ്. ദീർഘകാലമായി നിങ്ങളെ അലട്ടുന്ന രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടും. നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യുന്നതാണ്. ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ജീവിതത്തിൽ പുതിയ ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് കടക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ധനാഗമവും ഭാഗ്യാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ഇത് വളരെയധികം സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും പുതിയ അവസരങ്ങൾക്കുള്ള വാതിൽ തുറക്കുന്നതിനും സഹായിക്കുന്നതാണ്. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വന്നുചേരും. നിങ്ങളുടെ കഠിനമായ അധ്വാനത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ഫലമായി അംഗീകാരത്തിനുള്ള അവസരങ്ങളും വന്നെത്തുന്നതാണ്. പുതിയ ഭൂമി വാങ്ങൽ, നിലവിലുള്ള സ്വത്ത് തർക്കങ്ങളുടെ സുഗമമായ പരിഹാരം എന്നിവയും പ്രതീക്ഷിക്കാം. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സമൂഹത്തിലെ ബഹുമാനം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വളരെയധികം ഐക്യവും സമാധാനവും നിലനിൽക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര സ്നേഹവും പിന്തുണയും വർദ്ധിപ്പിക്കുന്നതിനും അവസരം വന്നുചേരുന്നതാണ്. കൃഷി, കന്നുകാലി വളർത്തൽ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം സാമ്പത്തിക നേട്ടവും ധന അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം. ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം അവസരങ്ങൾ വന്നെത്തുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന കഷ്ടതകൾ ഒഴിഞ്ഞു മാറുവാൻ ജൂൺ 22, അതായത് ശനിയാഴ്ച, ആചാരപ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടക രാശിക്കാരായ ആളുകൾക്ക് ചൊവ്വയുടെ സംക്രമത്തിൽ അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. ജോലിയിൽ ശമ്പള വർധനവിനും സ്ഥാനക്കയറ്റത്തിനും സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ യാത്രകൾ ശുഭകരമായ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ദീർഘകാലമായി കാത്തിരുന്ന പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. സാമ്പത്തിക സ്ഥിരത മെച്ചപ്പെടുത്തുവാനും നിങ്ങൾക്ക് ബിസിനസ്സിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ പറ്റിയ നേരമാണ് വന്നെത്തിയിരിക്കുന്നത്. ഈ സമയത്ത് വളരെയധികം ലാഭം ലഭിക്കുന്ന ബിസിനസ് നടക്കും. ജീവിതത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാനും
സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയിൽ നിങ്ങൾക്ക് എത്തുവാനും സാധിക്കുന്നതാണ്. വിവാഹം നോക്കുന്ന ആളുകൾക്ക് മികച്ച വിവാഹാലോചനകൾ ലഭിക്കുവാനും ഇടവരും. കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷം നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ തൊഴിൽപരമായ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ നിങ്ങൾ പുതിയ തൊഴിലവസരങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ഉത്തമമായി തീരുന്നതാണ്. ബിസിനസ്സുകാർക്ക് വളരെയധികം ലാഭം വന്നുചേരും. ഇതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ ചെലവുകൾ അല്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അതിനുള്ള വരുമാനം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ജോലിയിൽ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ശ്രദ്ധ വ്യതിചലിക്കുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് പഠനത്തിൽ നിങ്ങളുടെ താല്പര്യം വളരെയധികം വർദ്ധിക്കും. വിദ്യാർത്ഥികളായ ആളുകൾക്കും ബിസിനസ്സുകാരായ ആളുകൾക്കും വളരെയധികം യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വിദേശവാസം, തൊഴിൽ സ്ഥലത്തെ മാറ്റങ്ങൾ, കാര്യതടസ്സം, സുഹൃത്തുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കുടുംബത്തിലെ ചില തർക്കങ്ങൾ തുടങ്ങിയ വെല്ലുവിളികളും ഈ കാലയളവിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. ഇവയെല്ലാം സമചിത്തയോടെ നേരിടുന്നതിലൂടെ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാനും പുതിയ അവസരങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ്. മിഥുന മാസത്തിൽ പുണർതം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ജൂലൈ 6, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂൺ 28, അതായത് വെള്ളിയാഴ്ച ദിനത്തിലും വ്രതം അനുഷ്ഠിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്ന കഷ്ടതകളൊക്കെ ഒഴിഞ്ഞുമാറി ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യം വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. ധനു രാശിക്കാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടം വന്നുചേരും. ബിസിനസ്സുകാരായ ആളുകൾക്ക് അപ്രതീക്ഷിതമായ ലാഭം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതാണ്. കുട്ടികൾ അധിക സന്തോഷം നിങ്ങൾക്ക് നൽകുന്നതാണ്. വിവാഹം നോക്കുന്ന ആളുകളാണെങ്കിൽ അധികം വൈകാതെ തന്നെ നല്ലൊരു വിവാഹബന്ധം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വീട് വാങ്ങണമെന്ന നിങ്ങളുടെ ആഗ്രഹം സഫലമാകുകയും ചെയ്യും. സർക്കാർ, അർദ്ധ സർക്കാർ മേഖലകളിൽ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഭാഗ്യം തെളിയുന്ന സമയമാണ്. ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദീർഘകാലമായി പ്രണയത്തിലിരുന്ന ആളുകൾക്ക് വഴിത്തിരിവാകും. ചിലപ്പോൾ വീട്ടുകാരുടെ എല്ലാം എതിർപ്പുകളെല്ലാം മാറി വിവാഹം അനുമതിയോടെ നടത്തുവാനുള്ള സാധ്യതയും വന്നെത്തുന്നതാണ്. വിദേശ യാത്ര സ്വപ്നം കണ്ട ആളുകൾക്ക് അത് സാക്ഷാത്കരിക്കുവാനുള്ള അവസരം ലഭിക്കും. നിങ്ങളുടെ യോഗ്യതയ്ക്കും താല്പര്യത്തിനും ഇണങ്ങിയ ജോലി ലഭിക്കുവാൻ ഇടവരുന്നതാണ്. ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമാകുകയും നിങ്ങളുടെ പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും പരസ്പരം കൂടുതൽ മനസ്സിലാക്കുവാനുമുള്ള അവസരം വന്നെത്തും. തൊഴിൽ രംഗത്ത് മികച്ച വിജയം കൈവരിക്കുവാനും മനസ്സിന് സന്തോഷവും സമാധാനവും നിറയുന്ന ദിവസങ്ങളാണ് വന്നെത്തുവാൻ പോകുന്നത്. ധനുരാശിയിലുള്ള പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ ബുധനാഴ്ച, ഞായറാഴ്ച ദിവസവും, മൂലം നക്ഷത്രക്കാർ അതായത് ശനിയാഴ്ച ജൂൺ 22 ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്ന കഷ്ടതകളൊക്കെ മാറി സൗഭാഗ്യങ്ങളും വളരെയധികം ധന നേട്ടവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭരാശിക്കാരുടെ ജീവിതത്തിലേക്ക് വളരെയധികം പണമൊഴുക്ക് വർദ്ധിക്കും. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ ബിസിനസ് വളരെയധികം പുരോഗമിക്കുന്നതാണ്. ഇത് മാനസിക സമാധാനത്തിനും സന്തോഷത്തിനും കാരണമാകുകയും ചെയ്യും. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കുവാനും മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുവാനും അവസരം വന്നെത്തും.
തൊഴിൽ രംഗത്ത് വളരെയധികം നല്ല സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ശമ്പളത്തിൽ വർധനവ് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ വാഹനം വാങ്ങണമെന്ന ആഗ്രഹത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ സമയത്ത് അത് നടക്കുന്നതാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ആലോചിച്ച് മാത്രം ചെയ്യുക. ജാതകത്തിൽ മിഥുനത്തിൽ ബുധനും ശുക്രനും ചേർന്നു നിൽക്കുന്നത് ഈ ആളുകൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് സമ്മാനിക്കുക. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വിവാഹം നടന്നു കിട്ടുന്നതാണ്. ഈ സമയത്ത് ഇടയ്ക്കിടെ യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. യാത്രകൾ ക്ലേശകരമാകുവാനും ദോഷങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അതിനാൽ ജാഗ്രത വളരെയധികം പാലിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് വിദേശവാസത്തിനുള്ള സാധ്യതയും വന്നുചേരും. അവരുടെ അറിവും അനുഭവങ്ങളും വർദ്ധിപ്പിക്കുവാനുള്ള അവസരവും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ചെറിയ വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നുചേരും. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ വന്നുചേരുകയും അവ മുതലെടുക്കുവാൻ കഴിയുകയും ചെയ്യുന്നതാണ്. മിഥുന മാസത്തിൽ ഉത്രാടം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ജൂൺ 24, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 2, ജൂലൈ 12 ദിനത്തിലും മിഥുന മാസത്തിൽ തിരുവോണം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ജൂൺ 25, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 3, ജൂലൈ 13 ദിനത്തിലും മിഥുന മാസത്തിൽ അവിട്ടം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ജൂൺ 26, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 4, ജൂലൈ 14 ഈ ദിനങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന കഷ്ടതകളൊക്കെ ഒഴിഞ്ഞ് വളരെയധികം സൗഭാഗ്യങ്ങളും ധന നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.